അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആണ്. അപ്പോൾ കല്യാണത്തിന് എല്ലാവരും ഇവിടെ കല്യാണം തലേന്നാട്ടോ ഒരുങ്ങി ഇവിടെ വന്നിട്ടുണ്ട്. മദ്രസ ഹാളിൽ വന്നാട്ടോ ഞങ്ങളെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുക. ഞങ്ങൾ മൂന്നാളും ഒരേപോലത്തെ ഡ്രസ്സിലിട്ടിക്കണം. ഞങ്ങൾ ഓട്ടോയിൽ വന്നിറങ്ങിയപ്പോൾ എല്ലാവരും ഞങ്ങളിങ്ങനെ നോക്കണം. പിന്നെ അടുക്കള ഭാഗത്ത് വന്നപ്പോൾ എല്ലാവരും അവിടെ ഉണ്ട്. വെളുത്തുള്ളി തൊലിച്ചുകൊണ്ടിരിക്കും. എൻ്റെ അമ്മായികളും എല്ലാവരും ഉണ്ട്. പിന്നെ ഓരോരുത്തർ കുറച്ച് നേരം ഒന്ന് കളിയും തമാശയൊക്കെ പറഞ്ഞിരുന്നു. ഇത് വലിയ അമ്മായിയാണ്. പിന്നെ തൊട്ടടുത്തിരിക്കണം എൻ്റെ അമ്മ. പിന്നെ ഇത് കുഞ്ഞാൻറ്റി. ഇതാണ് ഞങ്ങളെ ചെറിയ അമ്മായി. ഇതിൻ്റെ മോനാണ് എൻ്റെ അനിയത്തിൻ്റെ കല്യാണം കഴിച്ചത്. പിന്നെ ചെറിയ രണ്ടാമത്തെ അമ്മായിയൊക്കെ ഉണ്ടായിരുന്നവിടെ. പിന്നെ ഓരോരുത്തർ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ പോയിക്കണമായിരുന്നു. മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട്. എന്നപ്പോൾ ഞാനൊന്ന് ഫോട്ടോ എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ആകെ ഒരു മഞ്ഞമയം. ഇത് വയലിൽ ജ്വല്ലേഴ്സാറ് വീടാട്ടോ. ഈ വീട് ഇവർക്ക് ഒഴിഞ്ഞ് കൊടുത്തുക തോന്നുന്നുണ്ട്. ഇവർ അങ്ങനത്തെ കാട്ടിക്കൂട്ടലേനാണ്. അവരെല്ലാം ഇന്ന് അവിടെ പള്ളിപ്പെരുന്നാൾ നടക്കുകയാണ് കേട്ടോ. പിന്നെന്താ അപ്പോൾ അങ്ങോട്ട് പോയിക്കാണ് ഇവരെല്ലാവരും. ഇവരുടെ വീട്ടിൽ നല്ല ഭംഗിയാണ്. അവരെ വീടും ഗാർഡനൊക്കെ കാണാൻ. അപ്പോൾ അവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കേണ്ടിയിരുന്നു. പിന്നെ എല്ലാവരും ലഡു കൊടുക്കണ്ടേ. ഞാനും ഒരു ലഡു കൊടുത്തു. ആ ലഡു കൊടുത്തിട്ട് വേണം എനിക്കത് വായിലിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഫോട്ടോ എടുക്കലും പിന്നെ അവിടെ കുറേ പുതിയ പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്കവരൊന്നും അറിയില്ലായിരുന്നു. ഞാൻ കുറേ കാലമായില്ലേ ഇങ്ങോട്ട് വന്നിട്ട്. പിന്നെ എല്ലാവരും വർത്താനം പറഞ്ഞ് എല്ലാവരും പരിചയപ്പെടലൊക്കെയായിരുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ എല്ലാവരും ഒരുമിച്ച് എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് എല്ലാവരും ഒരുമിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു മഞ്ഞ ഡ്രസ്സിൽ ഇങ്ങനെ കാണാൻ. പിന്നെ എന്താ അനിയത്തി, അതായത് എൻ്റെ അനിയത്തിയാണ്, എൻ്റെ താത്ത, ഞങ്ങൾ മൂന്നാളും ഒരേപോലത്തെ ഡ്രസ്സ്. ഞാൻ തയ്ച്ച ഡ്രസ്സ് തന്നെ കേട്ടത്. ഞാൻ ഓൺലൈനിൽ വാങ്ങിയ തുണി, ക്രേപ്പിൻ്റെ തുണിയാണ് കേട്ടോ. അതുകൊണ്ട് അടിച്ചതാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഫംഗ്ഷനാണ് കല്യാണം വരുമ്പോൾ അല്ലേ. ഹൽദി, ഗുലാബി, സേവ് ദ ഡേറ്റ്, ബ്രൈറ്റ് ടു ബി, അങ്ങനെ ഒരുപാട്. നമ്മളെ പോലെ നമ്മളെ കല്യാണമൊക്കെ എന്ത്. പിന്നെ എല്ലാവരും മദ്രസ ഹാളിൽ വന്ന് അവിടെ പിന്നെ ചോറ് വിളമ്പുന്ന തിരക്കൊക്കെ ആയി. രാത്രിയായില്ലേ. പിന്നെ എല്ലാവരും ചോറ് കഴിച്ചാനിരുന്ന്. കല്യാണത്തലേ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പുതിയണ്ണ അതിൻ്റെ ഇടയ്ക്ക് പോയി ഒന്ന് വേറെ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് പിന്നെ അവിടെ അപ്പോഴാണ് വെടിക്കെട്ടിൻ്റെ സൗണ്ട്. പിന്നെ എല്ലാവരും റോട്ടിലേക്ക് പോയി. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കുറച്ച് നേരം കണ്ടു. പിന്നെ അവസാനമാണ് ഒരു കുടങ്ങ താഴത്തേക്ക് വരുന്നത്. അത് കൊടി ഇറങ്ങുമായിരിക്കും, ചിലപ്പോൾ അതായിരിക്കും, എനിക്കറിയുന്ന അതിനെക്കുറിച്ച് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഇടയിലാണ് പിന്നെ ചെറുക്കൻ്റെ വീട്ടുകാർ വന്നത് പെണ്ണിൻ്റെ ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുക്കാൻ തലേന്ന്. പിന്നെ ഓരും പോയി കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഹാളല്ല ഒഴിഞ്ഞ്. പിന്നെ ഞങ്ങൾ ഫാമിലി മാത്രമേ. പിന്നെ പുതിയണ്ണിൻ്റെ കല്യാണത്തിന് 2 ദിവസം മുമ്പേ നിൽക്കുക. അപ്പോൾ ഞാൻ മഹർ കണ്ടിട്ടില്ലേന്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഇപ്പോഴത്തെ ഒരു മോഡൽ, നല്ല ഭംഗിയുള്ളൊരു മാല. പിന്നെ അതൊക്കെ എൻ്റെ കസിൻസാട്ടോ. എൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ട്, ബ്രദേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇങ്ങനെയുള്ള ഫംഗ്ഷനുകളാണ് ഇവരെല്ലാവരും ഒരുമിച്ച് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബിസി ലൈഫല്ലേ. ഓരോരുത്തരും ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. കല്യാണപ്പെണ്ണിൻ്റെ തൊട്ട് ബാക്കിൽ നിൽക്കണതാണ് കല്യാണപ്പെണ്ണിൻ്റെ ഉമ്മ. പാവം കല്യാണപ്പെണ്ണിന് ഉറക്കമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. കാരണം ഇനിയിപ്പോൾ നാളെ വന്നാൽ മതി. ഇവിടെ വലിയ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളും പിന്നെ പാട്ടോ അതൊന്നും നമുക്ക് പറ്റില്ല. കാരണം പള്ളി തൊട്ടടുത്തൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോയിട്ട് വേണം സ്റ്റേജൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ ആയിട്ട് നാളെ